തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് ശ്രീനിവാസന്റെ അന്ത്യം സംഭവിച്ചത്. അവിടെ നിന്നും നമ്മുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഒരു മലയാളത്തിൻ്റെ ഒരു സ്വന്തം ശ്രീ മാഞ്ഞുപോയ സ്ഥലമായി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി മാറുന്നു. ഏറ്റവും മലയാളിയെ ഷോക്കേൽപ്പിച്ച സംഭവം തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വന്നത്. പറയൂ വിഷ്ണു, എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ശ്രീനിവാസനെ താലൂക്ക് ആശുപത്രിയിലേക്ക് അടിയന്തരമായി എത്തിച്ചത്. പക്ഷേ അതിനോടകം തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നിലവിൽ മൃതദേഹം ഈ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിന് ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നിലവിൽ അങ്ങോട്ടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അല്പസമയത്തിനകം തന്നെ സിനിമാ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം. സിനിമാ യൂണിയൻ്റെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തും. നിലവിൽ ഒരു വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കാഷ്വാലിറ്റി ഭാഗത്തിലേക്കാണ് എത്തിച്ചത്. അതിനുശേഷം ഇനിയിപ്പോൾ ബാക്കി നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെ സമയത്താണ് മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. വലിയ നഷ്ടം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത്രയേറെ സിനിമകളിൽ രാഷ്ട്രീയം പറയാൻ കൂടിയുള്ളതാണ് എന്ന് കാണിച്ചു തന്ന ഒരാളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് അത് മലയാള സിനിമയ്ക്കും അതോടൊപ്പം തന്നെ കേരള പൊതുസമൂഹത്തിനും വലിയ നഷ്ടമാണ്. സിനിമാ പ്രവർത്തകർ ഓരോരുത്തരായി ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. പ്രത്യേകിച്ച് ഫിഫ്കയുടെ അടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. സാധാരണഗതിയിൽ ഇത്തരത്തിൽ സിനിമാ പ്രവർത്തകരുടെ മരണം സംഭവിക്കുന്ന ഘട്ടത്തിൽ ബാക്കി തുടർ തീരുമാനങ്ങളൊക്കെ എടുക്കുക കുടുംബത്തോടൊപ്പം ആലോചിച്ച് അവരാരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നിലവിലാരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ബന്ധുക്കൾ മാത്രമാണുള്ളത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ മാനേജർ അടക്കമുള്ള ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. മൃതദേഹം ആശുപത്രിയിൽ, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ കാഷ്വാലിറ്റിയിലേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത്. രാവിലെ ശ്വാസതടസ്സത്തെ തുടർന്ന് അല്പസമയത്തിനകം തന്നെ ബാക്കി നടപടികളൊക്കെ പൂർത്തിയാക്കും. പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കി നടപടികളൊക്കെ പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. ഏറെ നാളായി അദ്ദേഹം അമൃത ആശുപത്രിയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സാ നടപടികൾ നടന്നുകൊണ്ടിരുന്നത്. പല ഘട്ടങ്ങളിലും സർജറി അടക്കം നടന്നിരുന്നു. പല സമയങ്ങളിലും അദ്ദേഹം വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. വളരെ ചിരിച്ച് സന്തോഷിച്ച് അദ്ദേഹം പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മോഹൻലാലുമൊത്തുള്ള പരിപാടിയുടെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. അദ്ദേഹം വീണ്ടും ഊർജ്ജസ്വലനായി സിനിമയിലൊക്കെ സജീവമാകും എന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചു. അദ്ദേഹം വിനീത് ശ്രീനിവാസൻ്റെ കൂടെ ഏറ്റവും അവസാനം ഒരു സിനിമയിൽ അഭിനയിക്കുകയും വരെ ചെയ്തിരുന്നു. അപ്പോഴും അദ്ദേഹം തിരിച്ചുവരവിൻ്റെ ഒരു സൂചന നൽകിയെങ്കിലും പിന്നീട് വീണ്ടും രോഗം മൂർച്ഛിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വലിയ നഷ്ടമാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഓക്കെ, വിഷ്ണു സുരേഷാണ് തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ പ്രവേശിപ്പിച്ചത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കുറച്ചു കാലം മുമ്പ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായപ്പോൾ അവിടെ പ്രവേശിപ്പിച്ച് കുറച്ച് ദിവസം അദ്ദേഹത്തിനെ കുറച്ച് ദിവസം അവിടെ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.